പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിഹാസ പുരുഷനായിരുന്ന വി.എസ്. അച്യുതാനന്ദൻ നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് ഇന്നലെ ജൂലൈ 21 ഒരു വർഷം തികഞ്ഞു. വി.എസിൻ്റെ ചരമവാർഷികം സമുചിതമായി ആചരിക്കണം എന്ന് CPM വലിയ വായിലെ പറയുകയും നിർദ്ദേശം കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ എങ്ങനെയാണ് അത് ആചരിച്ചത് എന്ന് നമ്മൾ കണ്ടു. നമ്മൾ അറിഞ്ഞെടുത്തോളം വലിയൊരു യോഗം നടന്നതായി കേൾക്കുന്നത് ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ വെച്ചിട്ടാണ്. അവിടെയാണ് ഒരു വലിയ അനുസ്മരണ യോഗം നടന്നതായി നമുക്ക് അറിയാൻ കഴിഞ്ഞു. ആ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തത് ആരാണെന്നറിയാമോ? വി എസ് ജീവിച്ചിരുന്ന കാലത്ത് വി.എസിനെ അടിമുടി, ഇംഗ്ലീഷിൽ പറഞ്ഞ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ, വി.എസിനെ ഇല്ലാതാക്കാനും വി.എസിൻ്റെ രാഷ്ട്രീയത്തെയും പ്രത്യയശാസ്ത്രത്തെയും ചവിട്ടി മെതിക്കാനും മുന്നിൽ നിന്ന് പോരാടിയ, വി.എസിനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വി.എസിനെ ഇല്ലാതാക്കിയ സാക്ഷാൽ പിണറായി വിജയൻ എന്ന വിജയനാണ് വിരോധാഭാസം എന്ന് പറയട്ടെ വി.എസ്. അച്യുതാനന്ദനെ കുറിച്ചിട്ടുള്ള ആ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുസ്മരണ യോഗമായിട്ട് നടന്നത്. മറ്റു ജില്ലകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ നടന്നിട്ടുണ്ടാവും, നമുക്കറിയില്ല. എന്തായാലും തിരുവനന്തപുരത്ത് സിറ്റിക്കകത്തൊക്കെ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഇവിടെയൊക്കെ 5-6 ചില്ലറ ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഇരിപ്പുണ്ട്. അതിനപ്പുറത്തേക്കൊന്നും കണ്ടില്ല. കാരണം വി.എസിൻ്റെ ചരമവാർഷികം സമുചിതമായി ആചരിക്കും എന്നൊക്കെ ഉള്ളത് വാചാടോപം മാത്രമായിരിക്കുമെന്നും വി.എസിനെ ഓർക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്തവന്മാരാണ് ഇപ്പോഴത്തെ നേതൃത്വം എന്നും നമുക്കറിയാമല്ലോ. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് അത്ഭുതമൊന്നും തോന്നിയില്ല. സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് വിജയൻ്റെ കറകളഞ്ഞ ഇരട്ടത്താപ്പിനെ കുറിച്ച് പറയാനാണ്. വിജയൻ ഒരു ഇരട്ടത്താപ്പുകാരനാണ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്കങ്ങനെ അത്ഭുതമൊന്നുമില്ല. കാരണം അതാണല്ലോ, അടിമുടി അതാണല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ വി.എസിനെ കുറിച്ച് അയാൾ നടത്തിയ പരാമർശങ്ങൾ, അതിലെ ഇരട്ടത്താപ്പ് കാര്യകാരണ സഹിതം എൻ്റെ പ്രേക്ഷകരോട് ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാം. സുഹൃത്തുക്കളെ, ജൂലൈ 21 ആലപ്പുഴ വലിയ ചുടുകാടിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗത്തിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പകുതി സമയവും വി.എസിനെ കുറിച്ചിട്ട് സംസാരിച്ചു. അത് ഞാൻ പൂർണ്ണമായി കേട്ടു. അതൊക്കെ തന്നെ നമുക്കറിയാമല്ലോ എന്തായിരിക്കും എന്നുള്ള അറിയാമല്ലോ. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ഒന്ന് എടുത്ത് പറഞ്ഞുകൊണ്ട് അയാൾ വി.എസിനെ കുറിച്ച് പറയുന്നതിൽ ഉള്ള അങ്ങേ അറ്റത്തെ ഇരട്ടത്താപ്പ് എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്ക ഭാഗത്ത് വി.എസ് നേരിട്ടിട്ടുള്ള പീഡനങ്ങളെക്കുറിച്ച്, മർദ്ദനങ്ങളെക്കുറിച്ച്, ആ മർദ്ദനങ്ങളെയൊക്കെ വി.എസ് അനിതര സാധാരണമായിട്ടുള്ള ധൈര്യത്തോടുകൂടി എങ്ങനെ നേരിട്ടു എന്നതിനെക്കുറിച്ചിട്ട് വിജയൻ വാചാലനാവുന്നുണ്ട്. അത് വിജയൻ എന്താ പറഞ്ഞത് എന്നുള്ളത് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നില്ല. അത് പ്രേക്ഷകർ ഒന്ന് കേൾക്കുക. അത് വലിയ ചുടുകാടിൽ വിജയൻ നടത്തിയ പ്രസംഗത്തിൻ്റെ ആ പ്രസക്ത ഭാഗമാണ് ഇനി നമ്മളൊന്ന് കേൾക്കാൻ പോകുന്നത്. നിരവധി പോരാട്ടങ്ങൾ, നിരവധി പ്രക്ഷോഭങ്ങൾ എല്ലാം വി.എസിൻ്റേതായി പ്രത്യേകം അടയാളപ്പെടുത്താനുണ്ട്. ഉജ്ജ്വലമായ നേതൃപാടവം അദ്ദേഹം കാണിച്ചിരുന്നു. എതിർപ്പുകളുടെ, ഭരണകൂട മർദ്ദനങ്ങളുടെ മുന്നിൽ പതറാതെ ദൃഢയുക്തനായി പ്രസ്ഥാനത്തെ നയിക്കാൻ വി.എസിന് കഴിഞ്ഞിരുന്നു. പല രീതിയിലുള്ള മർദ്ദന സംവിധാനങ്ങളും വി.എസിന് നേരെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊന്നും ഭാഗമായി ഒരു ഘട്ടത്തിലും തകർന്നു പോയിട്ടില്ല. കൂടുതൽ
തെളിമയോടെ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ കേട്ടല്ലോ, വലിയ പീഡനങ്ങളേറ്റ ഒരു മനുഷ്യനാണ് VS. ആ പീഡനങ്ങളെല്ലാം പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഭാഗമായി നേരിട്ടിട്ടുള്ളതാണ്. അതിനെയൊക്കെ അചഞ്ചലമായി നേരിട്ട ഒരു വലിയ പോരാളിയും വിപ്ലവകാരിയുമായിരുന്നു VS എന്ന് ആണ് വിജയൻ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത് എന്നുള്ളത് എൻ്റെ പ്രേക്ഷകർ കേട്ടല്ലോ. സുഹൃത്തുക്കളെ, നമുക്കറിയാമല്ലോ VS നേരിട്ടിട്ടുള്ള അതിഭീകരമായിട്ടുള്ള പീഡനങ്ങളെക്കുറിച്ചിട്ട്. വയലാർ പുന്നപ്ര ആ സമര കാലഘട്ടം കഴിഞ്ഞിട്ടായിരുന്നു എന്ന് തോന്നുന്നു VS മൂന്നാറിൽ ഒരു ജയിലിൽ കിടന്ന സമയത്ത് അതിഭീകരമായിട്ടുള്ള പോലീസ് മർദ്ദനം VS ഏറ്റിട്ടുള്ളതിനെ കുറിച്ചിട്ട് VS തന്നെ എന്നോട് വിശദീകരിച്ചിട്ടുള്ളതാണ്. ഒരിക്കൽ ഞാൻ VSനെ അദ്ദേഹത്തിനോട് ജോലി ചെയ്യുമ്പോൾ കാണാൻ ചെന്ന് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ VS കാലെടുത്ത് ഇങ്ങനെ മേശപ്പുറത്ത് വെച്ചിട്ട് ഇത് കണ്ടോ, ഈ കാലിലെ ഈ പാട് കണ്ടോ എന്ന് ചോദിച്ചു. അത് ഞാൻ പറഞ്ഞു കണ്ടു. എന്താണെന്നറിയാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ സഭ ഒന്ന് വിശദീകരിക്കാമോ? അപ്പോൾ പറഞ്ഞ് ഞാനിതുപോലെ മൂന്നാറിലെ ജയിലിൽ കിടക്കുന്ന സമയമാണ്. ആ സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് എൻ്റെ ഈ കാലെടുത്തിട്ട് ജയിലിൻ്റെ ഇരുമ്പഴിയിൽ ചേർത്തു കെട്ടി. ഞാൻ ജയിലിനകത്ത് കിടക്കുകയാണ്, എൻ്റെ കാലിങ്ങനെ ഇരുമ്പഴി ചേർത്ത് കെട്ടി. എന്നിട്ട് ബയണറ്റുമായിട്ടൊരു പോലീസുകാരൻ പുറകോട്ട് ഓടിയിട്ട് മുമ്പോട്ട് ഓടി വന്ന ബയണറ്റ് കൊണ്ട് എൻ്റെ കാലിൽ കുത്തി. എന്നോട് പറഞ്ഞു, സാധാരണ ചോര വെള്ളച്ചാട്ടം പോലെയാണ് ചോര ഒഴുകിയത് എന്നാണ് എന്നോട് VS പറഞ്ഞത്. യഥാർത്ഥത്തിൽ അത് കഴിഞ്ഞപ്പോൾ VS ബോധം കെട്ട് വീണു. VSനെ ഒരു ചാക്കിൽ കെട്ടി എവിടെയോ കൊണ്ട് എറിയാൻ പോയപ്പം ആ ജയിലിനകത്തുണ്ടായിരുന്ന കള്ളൻ കോലപ്പൻ പറഞ്ഞു, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവാണ്, അദ്ദേഹത്തെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇതുപോലെ വലിച്ചെറിഞ്ഞുകയും അദ്ദേഹം മരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ വലിയ കലാപമുണ്ടാകുമെന്ന് പറഞ്ഞതിനെ തുറന്നിട്ട് VSനെ ആക്രമിച്ച ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ചേർന്ന് VSനെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചികിത്സിക്കുകയും അങ്ങനെയാണ് VS ജീവനോടെ രക്ഷപ്പെട്ടത്. അത് VS നേരിട്ട് പറഞ്ഞത് തന്നെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞ ഒരു പൊതുപ്രവർത്തകനാണ്. സുഹൃത്തുക്കളെ, എന്നാൽ ആ ആക്രമണത്തെയൊക്കെ പരമപുച്ഛത്തോടുകൂടി VSനെ വല്ലാതെ പരിഹസിച്ചുകൊണ്ട് അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് വിജയൻ 2015 അതും ആലപ്പുഴയിൽ, ഇപ്പോൾ വിജയൻ പ്രസംഗം നടത്തിയ അതേ ജില്ലയിൽ, VSൻ്റെ മരണശേഷം ഒരു വർഷം കഴിഞ്ഞ് പ്രസംഗം നടത്തിയ അതേ ജില്ലയിൽ 2015 ആലപ്പുഴയിലെ സംസ്ഥാന സമ്മേളനം നടത്തുമ്പോൾ, ആ സംസ്ഥാന സമ്മേളനത്തിൽ നമുക്കറിയാം VSനെ വളരെ മോശമായിട്ട് VSനെ കുറിച്ച് പറഞ്ഞ ഒരു സംസ്ഥാന സമ്മേളനമാണത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം നടന്ന പൊതുയോഗത്തിൽ വെച്ച് ഹീനവും നീചവും നികൃഷ്ടവുമായി VS ഏറ്റിട്ടുള്ള ഈ ഭീകരമായിട്ടുള്ള പീഡനത്തെ പോലും പച്ചയ്ക്ക് കളിയാക്കിക്കൊണ്ട് ഈ വിജയൻ പറഞ്ഞത് നമ്മൾ ഇനിയൊന്ന് കേൾക്കണം. VS അച്യുതാനന്ദനെ എത്ര മോശമായിട്ടാണ് ആ പ്രസംഗത്തിൽ വിജയൻ പറയുന്നത് എന്ന് നമ്മൾ കേട്ടാലേ നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിനി നമുക്ക് ഒന്ന് കേൾക്കാം. വിരട്ടലും വിലപേശലും ഈ പാർട്ടിയോട് വേണ്ട. വിരട്ടലിനും വിലപേശലിനും ഒന്നും വഴങ്ങിക്കൊടുക്കുന്നതല്ല ഈ പാർട്ടി. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, അതും നമ്മൾ ഓർക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഓർക്കേണ്ടവർ ഓർക്കേണ്ടതാണ്. അത്രയേ ഓർത്താൽ നല്ലത്. എൻ്റെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ആരെയും പേടിയില്ലെങ്കിൽ പുരക്കെ തൂണിനെങ്കിലും പേടിക്കണം. നാം കീഴടങ്ങാതിരിക്കേണ്ടത് ശത്രുവിൻ്റെ മുന്നിലാണ്. ഈ പാർട്ടിയുടെ മുന്നിൽ നാം കീഴടങ്ങിയിരിക്കണം. നമുക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ 2 തല്ലുകൊണ്ടു, അല്ലെ എവിടെന്നെങ്കിലും ഒരു കുത്ത്, ഏതിൻ്റെയെങ്കിലും ഒന്നിനെ കൊണ്ടൊരു കുത്തുകൊണ്ട്, അതൊക്കെ ആ ജീവൻ ത്യജിച്ചവരുടെ ത്യാഗത്തിന് മുന്നിൽ എത്രയോ നിസ്സാരമായിട്ടുള്ളതാണ്. തിരുത്താൻ തയ്യാറാകുന്നവരെ പഴയ തെറ്റിലേക്ക് തന്നെ ആവാഹിച്ചെടുക്കാനുള്ള വലിയ ശ്രമമായിരുന്നു. അത് വൻതോതിൽ ഇവിടെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. സുഹൃത്തുക്കളെ കേട്ടല്ലോ, എത്ര അഹങ്കാരത്തോടുകൂടിയും ധാർഷ്ട്യത്തോടുകൂടിയുമാണ് കേരളത്തിലെ ഏറ്റവും സമുന്നതനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് VS അച്യുതാനന്ദൻ. അദ്ദേഹത്തെക്കുറിച്ച് ഒരു പൊതുയോഗത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള വിജയൻ പറഞ്ഞതെന്ന് നമ്മൾ കേട്ടില്ലേ? ഇങ്ങനെയാണ് വിജയൻ അന്ന് പറഞ്ഞത്. 2015 ആലപ്പുഴയിൽ വെച്ച് VSനെ കുറിച്ച്
ഇത് പറയുന്ന വിജയൻ അല്ലെങ്കിൽ വി എസ് നേരിട്ടിട്ടുള്ള അതിഭീകരമായിട്ടുള്ള ആക്രമണങ്ങളെ പോലും പരിഹാസ രൂപേണ പറഞ്ഞ് അതിൽ നിന്ന് ആനന്ദം കണ്ടെത്തുന്ന, സന്തോഷം കണ്ടെത്തുന്ന വിജയൻ വി എസിൻ്റെ മരണശേഷം 1 വർഷങ്ങൾക്ക് ശേഷം അതേ ആലപ്പുഴ ജില്ലയിൽ വി എസ് അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാടിൽ വെച്ച് വി എസിനെ അനുസ്മരിച്ച് പ്രസംഗിക്കുമ്പോൾ താൻ 2015 11 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ജില്ലയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിന് ഘടകവിരുദ്ധമായി പറയുന്നത് അല്ലേ സുഹൃത്തുക്കളെ? നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കേട്ടത് എന്താ പറഞ്ഞത്? വി എസ് അനിതര സാധാരണമായിട്ടുള്ള ധൈര്യത്തോടു കൂടി താൻ നേരിട്ടിട്ടുള്ള പീഡനങ്ങളെയെല്ലാം അതിജീവിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു വി എസ് എന്ന്. വിജയൻ്റെ ഇരട്ടത്താപ്പിന് ഇതിനേക്കാൾ കൂടുതൽ ഉദാഹരണം എന്തെങ്കിലും പറയാനുണ്ടോ സുഹൃത്തുക്കളെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇതാണ് വിജയൻ. ജീവിച്ചിരുന്നപ്പോൾ വി എസിനെ അപകീർത്തിപ്പെടുത്തിയ വിജയൻ, ജീവിച്ചിരുന്നപ്പോൾ വി എസിനെ പരിഹസിച്ച വിജയൻ, കളിയാക്കിയ വിജയൻ, ആ വിജയനാണ് ഇപ്പോൾ വി എസ് മരിച്ചു കഴിഞ്ഞപ്പോൾ വിജയനെ സ്തുതിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് വിജയൻ്റെ ഇരട്ടത്താപ്പ് എത്ര ഭീകരമായിട്ടുള്ള ഒരു സ്വഭാവ വിശേഷമായിരുന്നു എന്ന് നമുക്ക് ബോധ്യമാകുന്നു.